നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ടിപ്പ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം ഇരിക്കുന്നത് മാരുതി റിറ്റ്സ് Lxi മോഡലിലാണ്. അപ്പം 2-3 ദിവസമായിട്ടല്ല, 2-3 മാസമായിട്ട് ആക്ച്വലി എന്റെ മീറ്റർ കുറച്ച് ഇങ്ങനെ ഒരു ബ്ലിങ്ക് ചെയ്ത് കളിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എസിക്കും ചെറിയൊരു തകരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം എസിയുടെ റിലേ ഒന്ന് മാറ്റി നോക്കിയിട്ടും പ്രോബ്ലം സോൾവ് ആയില്ല. പിന്നീട് ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരാൾ അറിയിച്ചത്, അതായത് മീറ്ററിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എസിയും വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അതായത് Lxi LDI മോഡലുകൾക്ക് DCU യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഈ മീറ്റർ കൺസോളിൽ കൂടിയാണ് അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ പാസ്സായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഇതിന്റെ എസിയും വർക്ക് ആവില്ല. അതുകൊണ്ട് ഞാനിപ്പം ഈ മീറ്റർ ഇന്ന് അഴിച്ചു, അതായത് റിറ്റ്സിന്റെ ഈ മീറ്റർ അഴിച്ചു. കോഴിക്കോട് കാലിക്കറ്റ് മീറ്റർ സർവീസ് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടെ കൊടുത്തു. അവിടെ ഏകദേശം 900 രൂപയായി സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഞാനിതിപ്പം ഫിറ്റ് ചെയ്യുന്ന കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഇതൊന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു പിന്നാണ് ഉണ്ടാവുക. ഇവിടെ ഒരു പിൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എസിയുടെയോ പ്രശ്നം കൊണ്ടൊന്നും, എസിയുടെയോ അല്ലെങ്കിൽ റിലേന്റെയോ പ്രശ്നം കൊണ്ടല്ല. ഈ മീറ്റർ കംപ്ലൈന്റ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഇതിന്റെ അകത്തുള്ള ഒരു IC ആണ് പോകുന്നത്. അപ്പൊ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കൊല്ലമാണ് മാക്സിമം അവർ പറയുന്ന ഒരു ലൈഫ്. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞാൽ പ്രോബബ്ലി Lxi അതായത് ബേസ് മോഡലുകൾക്ക് ഇത് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് പരിശോധിക്കുക, വേറെ എന്തെങ്കിലും വലിയ ഏതെങ്കിലും സർവീസ് ചെയ്യുന്നതിന് മുൻപ്. അപ്പം ഞാനിത് ഫിറ്റ് ചെയ്യുന്നതിനെ കൂടി കാണിച്ചു തരാം. നമ്മൾ ബാക്കിൽ അത് പിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്. ലോക്കിലേക്ക് ഇട്ടിട്ട് 2 സ്ക്രൂ ചെയ്യാനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ ഒരു ടോപ്പ് ഇടാനുണ്ട്. ഇത് വലിയ അങ്ങനെ അടുപ്പുള്ള കാര്യമൊന്നുമല്ല, ലോക്കാണ്. ലോക്കിലേക്ക് കറക്റ്റ് വീണ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ലോക്കിലേക്ക് വീണു. ഇനിയിപ്പം നമുക്ക് ഒരു പാർട്ടും കൂടി വെക്കാനുണ്ട്, സെൻട്രൽ സ്റ്റോറേജ് സിസ്റ്റം. ഇതൊരു ക്ലിപ്പാണ്. അപ്പം ഇത് നിങ്ങൾ ഈ ഒരു പാർട്ട് അയക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം കുറച്ച് ഫ്രെജൈലാണ്. അതായത് ഇത് ഓൾറെഡി എൻ്റെ പൊട്ടിയിട്ടുണ്ട്. അത് പണ്ടപ്പോഴും സർവീസ് സെന്ററിൽ കൊടുത്തപ്പോൾ പൊട്ടിയതായിരുന്നു. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഫിറ്റ് ചെയ്തു. ഇനിയിപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ഇവിടെ ഒരു സ്ക്രൂ വരാനുണ്ട്. ഈ 2 സ്ക്രൂവും കൂടി നമുക്ക് ഇടണം. നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഫിറ്റ് ചെയ്യാം. ഒരു സ്ക്രൂ കൂടി ഇടാനുണ്ട്. ഇതിനകത്തായിട്ട് ഒരു ബട്ടൺ പോലത്തെ ഒരു ചെറിയ ലോക്ക് വരുന്നുണ്ട്. ഇതാണ് സാധനം. അതും കൂടി അവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. മീറ്റർ റെഡിയാക്കി. ഇപ്പം മീറ്റർ വർക്കിംഗ് പെർഫെക്റ്റ്ലി, ഒരു പ്രശ്നവുമില്ല. നമുക്ക് സ്റ്റാർട്ടാക്കി ഞാൻ AC ഓൺ ആക്കുകയാണ്. ACയും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതെല്ലാവർക്കും ഉപകാരമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്കും ഇതിനെപ്പറ്റി ആദ്യം വലിയ അറിവില്ലായിരുന്നു. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ഇതൊരു ഉപകാരമുള്ള കാര്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.